ഈ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ് കേട്ടോ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മെറ്റലിന്റെ സ്ട്രക്ചർ വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കനോപ്പി വർക്ക് ചെയ്യാണ്. കനോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് എൻട്രൻസ് ആണിത്. ഈ എൻട്രൻസിൽ ആളുകൾക്ക് മഴയൊക്കെയുള്ള സമയത്ത് കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, മഴ തട്ടുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കനോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മെയിനായി ഈ ഒരു വഴി കണ്ടില്ല, ഈ വഴി ബാക്കിലോട്ട് സർവീസ് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ പില്ലർ ഇടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം വണ്ടികൾ അങ്ങോട്ട് പോകാൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്ത് ക്ലയൻറ്റിന് കൊടുത്ത ഒരു ഡിസൈനാണ്. ഓൾറെഡി ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഫ്രണ്ടിൽ ACP വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ ചെയ്തതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ 3D കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് ക്ലയൻറ്റ് അത് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു മെറ്റൽ വർക്ക് ഏകദേശം, സ്ട്രക്ചർ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് GP ട്യൂബ്സിലാണ്. അപ്പോൾ അതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൈമറി ഫിനിഷിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ അതിനുശേഷം ഇപ്പോൾ ACP നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ACP ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ACP എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ അതൊരു അലുമിനിയം പാനൽസാണ്, അലുമിനിയത്തിൻ്റെ ഷീറ്റുകളാണ്, അലുമിനിയത്തിൻ്റെ ഒരു പാനൽസാണ്. അപ്പോൾ ACP ഷീറ്റിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമുക്ക് ഏത് കളർ പാറ്റേണിലും ACP ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. പല തിക്നെസ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്രോസ് ബോണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഒരു ACP ഷീറ്റാണ് നമ്മൾ ഇവിടത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, മെയിൻ ചലഞ്ച് ആയിട്ടുള്ളത്, ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഗ്ലാസ്സിനും ഓൾറെഡി ഇവിടെ സൈഡിൽ കൂടെ ചെയ്തിരിക്കുന്ന ഒരു ഗ്രേ കളർ ഷീറ്റും അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും ആ ഒരു കളർ തീമിലുള്ള ഷീറ്റും കൊടുക്കണം എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒരു നിർബന്ധമായിട്ടും പറഞ്ഞത്. നമ്മൾ ആ ഒരു തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തതും. അപ്പോൾ നമുക്ക് ഈ ACP ഷീറ്റ് ഒന്ന് നമുക്ക് കാണിക്കാം. നമ്മൾ 2 തരത്തിലുള്ള കളേഴ്സാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ താഴെ ഭാഗവും മുകൾ ഭാഗവും ഒരു കളറ്. താഴെ ഭാഗത്ത് കൊടുക്കുന്ന കളറാണ് ഈ ഒരു ബ്ലൂ ടച്ചുള്ള ഒരു കളറാണ്. അത് നമുക്ക് ആ ഗ്ലാസ്, എക്സ്റ്റീരിയർ ഗ്ലാസ്സിന് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ഏകദേശം നമുക്ക് വർക്ക് മുകളിലെല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞു, താഴെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ക്ലയൻറ്റ് സ്കോപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക്, നമ്മൾ ഈ ഫ്രെയിം സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ കാർ പോർച്ചുകളൊക്കെ ചെയ്തെടുക്കുന്നത്. കാർ പോർച്ചുകളൊക്കെ ഇത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഫൈനൽ ACP വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ വർക്ക് ഇപ്പോൾ ഒരു ഫിനിഷായ സ്റ്റേജിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയിൽ ഓൾറെഡി ഉള്ള ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു കനോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് അതിന് ഓൾറെഡി ഉള്ള ബിൽഡിങ്ങിന് പഴയ വർക്കിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ്. ക്ലയൻറ്റ് നല്ല ഹാപ്പി ആയിരുന്നു. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഷീറ്റ്, ACP ഷീറ്റിന് നമുക്ക് ഏകദേശം 20 വർഷത്തോളം വാറണ്ടി കിട്ടും എന്നുള്ളതാണ്. നമുക്ക് എക്സ്റ്റീരിയറിലൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. കാർ പോർഷനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. അത് എക്സ്റ്റീരിയറിൽ ഈ വെയിലും മഴയും തട്ടുന്ന പ്രോബ്ലം ഒന്നും ഇതിന് ബാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ സൈഡിലായിട്ട് ഈ ഡിസൈൻ മെറ്റലിൻ്റെ സ്ട്രക്ചർ ചെയ്തതിൽ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മെറ്റൽ ലേസർ കട്ടിങ്ങിൽ ചെയ്തെടുത്ത CNCയിൽ കട്ട് ചെയ്തെടുത്ത ഡിസൈൻസാണ്. ഇത് നമ്മൾ GI ഷീറ്റിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലെഗൊക്കെ പെയിൻറ്റിങ് ഫിനിഷിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെറ്റാലിക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ കൊടുത്ത ഈ ഒരു പെയിൻറ്റൊക്കെ നമ്മൾ ആ സൈഡ് ബോർഡറിൻ്റെ അതേ ഒരു പാറ്റേണിലും ആ ഒരു തീമിന്, ACPൻ്റെ ആ ഒരു തീമിന് മാച്ച് ചെയ്യുന്ന കളേഴ്സാണ് നമ്മൾ ലെഗിനെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സമീപിക്കാം. താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ സർവീസ് ഓൾ കേരള ലെവലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കാർ പോർച്ചായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. ഈ ACP വെച്ച് നമുക്ക് കാർ പോർച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ACP ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്, കാരണം ഒരു 190-200 രൂപ ACPക്ക് മാത്രം വരുന്നുള്ളതാണ്. ACP വർക്കിന് മാത്രമേ ഒരു 200 രൂപ നമുക്ക് ചാർജ് കാണണം. അതും നമ്മൾ താഴ്ഭാഗം മാത്രമല്ല, അത് മുകളിലും സൈഡിലും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സ്ക്വയർ ഫീറ്റ് വരും. പിന്നെ അതിൻ്റെ ഷീറ്റിൻ്റെ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കിൽ ക്ലയൻറ്റ് നല്ല ഹാപ്പിയാണ്. നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ടോട്ടൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം 17-18 ദിവസം എടുത്തിട്ടാണ്, ഇൻക്ലൂഡിങ് പെയിൻറ്റിങ് അടക്കം കംപ്ലീറ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇതുപോലുള്ള പല തരത്തിലുള്ള ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനോപ്പീസ് ഇതുപോലെ ACPയിൽ മാത്രമല്ല ഗ്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്തെടുത്ത ഭയങ്കര ഭംഗിയും. ഗ്ലാസ്സിൽ നമ്മൾ ചെയ്തെടുത്ത കാർ പോർച്ചും കനോപ്പിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള നിങ്ങൾ പഴയ ബിൽഡിങ്ങിന് ഇത്തരത്തിലുള്ള വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് ഓക്കെ അതിന് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ആ വർക്കുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ.